ഈ എണ്ണയിൽ കടുകിട്ടാല് കടുക് പൊട്ടണ്ടേ? അതെല്ലാവർക്കും അറിയില്ല അത് പൊട്ടണമെന്നുള്ളത്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണ്ടേ? അതെ. അല്ലാണ്ട് ഇപ്പൊ യൂട്യൂബിൽ അത് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുന്ന ആരും പറയുന്നില്ല. ഒരു 8 വയസ്സുള്ള കുട്ടികളെ മുതൽ ഒരു 23, 24 വരെ അവരെങ്ങനെ പിടിച്ചാലും അവർ ഫാസ്റ്റ് ഫുഡിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ വാട്ട് ഐ ഫൗണ്ട് ഒരു 24 വയസ്സെല്ലാം ആവുമ്പോൾ ദേ നോ വാട്ട് ഈസ് ദിയർ ഒറിജിനൽ ഫുഡ്. അതൊക്കെ തിന്ന് മടുത്തു. ദേ വോണ്ട് ടു കം ബാക്ക് ടു ദ കംഫർട്ട് ഫുഡ്. നമ്മൾ ബേസിക്സ് ഓഫ് കുക്കിംഗ് പഠിക്കണം. യെസ്. എന്തിൻ്റെ ഇമ്പോർട്ടൻസ്, എന്താ ഉള്ളി, എന്താ പച്ചമുളക്, എത്ര ഇടണം, അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഉണ്ടാക്കുകയാണെങ്കിൽ ഫൈൻ. യൂട്യൂബ് യു ക്യാൻ ഫോളോ. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടുത്തെ തനതായ ഭക്ഷണം അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ വിവരത്തിന് ആവശ്യമുള്ളൊരു കാര്യമാണ്. യെസ്. അപ്പോൾ എല്ലാവരും പറയും ഇന്ന സ്ഥലത്ത് പോയാൽ അവിടുത്തെ ഇന്നത് കഴിക്കാം എന്ന് പറയുമ്പോൾ ഐ തിങ്ക് യു ഷുഡ് ട്രൈ ദാറ്റ് അല്ലേ. ആ പുതിയൊരു കാര്യം കഴിക്കാം. 2 days ഓക്കെ, തേർഡ് ഡേ വി ഓൾവേസ് പ്രിഫർ എനിക്ക് കുറച്ച് ചോറ് കിട്ടിയാൽ, കുറച്ച് കഞ്ഞി കിട്ടിയാൽ, ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. അടുക്കള എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സ്ഥലമാണ്, ആ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഭക്ഷണത്തിനാണല്ലോ അല്ലേ. വിമൻ എംപവർമെൻറ്റ്, അതാണ് എൻ്റെ ഒരു വലിയ ടാർഗറ്റ് ഇപ്പോൾ. ഒരുപാട് മലയാളി വീട്ടമ്മമാർക്ക് ഇപ്പോൾ വനിതാ ദിനം കടന്നുപോയി. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ് ഈ പേര്, ഷെഫ് ആബിദ റഷീദ് എന്ന് പറയുന്ന പേര്. ആദ്യം തന്നെ എങ്ങനെയായിരുന്നു ഈ പാചകം എന്ന ഒരു വലിയ അഭ്യാസം, വിദ്യാഭ്യാസം തന്നെയാണ്, ഇതിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു? പാചകം എന്ന് പറഞ്ഞത് ഒരു കലയാണ്. എല്ലാ കലകൾക്കും റെക്കഗ്നിഷൻ ഉണ്ട്, പക്ഷെ പാചകത്തിന് റെക്കഗ്നിഷൻ ഇല്ല. അപ്പം ഞാനിങ്ങനെ പല പ്രാവശ്യവും ആലോചിച്ചിരുന്നു, ആരാ അപ്പം ഞങ്ങളെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക. ഞങ്ങൾക്ക് ഇവിടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലായാലും അല്ലേ, നമ്മൾ വളരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു 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 അറിവുണ്ടെങ്കിൽ അതിനൊരു പ്രോത്സാഹനം കിട്ടാൻ എവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഐ ഫെൽ ദറ്റ് ദർ വാസ് സംതിങ് ഇല്ല എന്നുള്ളത്. അങ്ങനെയാണ് എനിക്കൊരു കോൺസെപ്റ്റ് വന്നത്, ഫുഡ് ഫെസ്റ്റിവൽസ് നടത്തണം. അവിടെ ഫുഡ് ഫെസ്റ്റിവൽ നടത്തുന്ന സമയത്ത് ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് അവർക്കൊരു ഒരു സ്പെഷ്യൽ ഒക്കേഷൻ അവർ സ്റ്റേജിൽ വെൽക്കം ചെയ്യുക, അവർക്ക് പൊന്നാട അണിയിച്ചു കൊടുക്കുക, അവർക്കും കൂടി ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് അവരിൽ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുള്ള അങ്ങനെ ഒരു 15 കൊല്ലം മുന്നേ ഫുഡ് ഫെസ്റ്റിവൽ നടത്തി കോഴിക്കോട് വിത്ത് മാതൃഭൂമി സപ്പോർട്ടായിട്ട് കൂടിയിട്ട്. അന്ന് എനിക്ക് ഒരുപാട് സംരംഭരെ കൊണ്ടുവരാൻ പറ്റി. ഞാനാണ് നടത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ പേടി മാറ്റി കുറേ പേരെ ഞാൻ കൊണ്ടുവന്ന് അവരെ വിൽപ്പനക്കാരാക്കി. അപ്പോൾ അവർക്കതൊരു കോൺഫിഡൻസ് ലെവൽ കൂടി. അങ്ങനെ ദൈവം സഹായിച്ചിട്ട് കുറച്ച് ആൾക്കാരെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനൊരാൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ച് വിമൻ എംപവർമെൻറ്റ്, അതാണ് എൻ്റെ ഒരു വലിയ ടാർഗറ്റ് ഇപ്പോൾ. ഇന്ന് മലയാള വിഭവങ്ങൾ, മലയാള കിച്ചൺ, പ്രത്യേകിച്ച് മലബാറി സ്റ്റൈലുള്ള നാട്ടുരുചികളെ ഇന്ന് കാലം നിന്ന് പലർക്കും ഈ രുചി വൈവിധ്യങ്ങളൊന്നും അറിയത്തില്ല. ഏതൊക്കെയാണ് കൂട്ടുകൾ, ഇതെല്ലാം കൃത്യമായി ഇത്ര കൃത്യമായിട്ട് ഇത്ര വ്യക്തതയോടെ ഇതെങ്ങനെയാണ് സൂക്ഷിക്കുന്നത് ഈ കൂട്ടുകൾ, അല്ലെങ്കിൽ പരിചയപ്പെടുന്നത് പുതിയ തലമുറയ്ക്ക്? എനിക്കിപ്പോൾ വയസ്സ് 10-64. ഇപ്പോഴത്തെ ഒരു തലമുറയല്ലല്ലോ ഞാൻ അല്ലേ. പണ്ട് കാലത്ത് ഞങ്ങളെല്ലാം കുട്ടികളായ സമയത്ത് ഞങ്ങളെ മനസ്സിൽ നീ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നൊന്നും ആരും കുത്തി വെച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ആസ് നോർമലി നമ്മളെയൊക്കെ ലൈക്ക് ഒരു 10ാം ക്ലാസ്സോ വിദ്യാഭ്യാസം തരും, അത് കഴിഞ്ഞാൽ കല്യാണം കഴിക്കും നമ്മളെ മക്കൾ. ആൻഡ് ഇറ്റ് ഇസ് ദാറ്റ് സോർട്ട് ഓഫ് എ ലൈഫ് വേ വി വേ കമ്മിങ് ഫ്രം. മേ ബി അന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഞങ്ങൾക്ക് ലാംഗ്വേജ്, അതേസമയത്ത് തന്നെ വീട്ടിൽ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കായിരുന്നു. ഒരു കുടുക്കു ഉന്നാനോ അല്ലെങ്കിൽ ഒരു സേവനവാരമായിട്ടോ അങ്ങനത്തെ പല കാര്യങ്ങളും സ്കൂൾസിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരാൾക്ക് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു വിത്താണത്, അവിടെ നിന്ന് വളരണമെന്നില്ല. അത് പിന്നെയാണ് ഇപ്പോൾ എത്രയോ പേര് എഞ്ചിനീയർ ആവുന്നത്, പക്ഷേ അവരൊന്നും എഞ്ചിനീയറിംഗ് അല്ലല്ലോ ചെയ്യുന്നത്, അവരെല്ലാം പല മേഖലയിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഒരു വിദ്യാഭ്യാസം നമ്മൾ പഠിച്ചു തന്നെ ആവണമെന്നില്ല. നമ്മളുടെ മനസ്സിൽ നമ്മളുടെ ഉള്ളിലൊരു കല ഉണ്ടാവും, അതായിരിക്കും പിന്നെ പൊട്ടി വരിക. വിദ്യാഭ്യാസം ഒരു ബേസിക് ആവശ്യമാണ് ഒരു മനുഷ്യൻ്റെ, അത്രയും. ഈ അടുക്കളയിൽ നിന്ന് നമ്മൾ അരങ്ങത്തേക്ക് എന്നൊക്കെ നമ്മൾ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്, കഥകൾ വന്നിട്ടുണ്ട്. പക്ഷേ മേഡത്തിൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നത്. കാരണം അടുക്കളയിൽ നിന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ഷെഫായിട്ട് മാറുന്നു. ഇതിനു വേണ്ടി ഇതേ പഠനം ഏറ്റെടുക്കുന്നു, തിരിച്ച് നമ്മുടെ നാടൻ രുചികളെ ലോകത്തിന് മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതൊരു വലിയൊരു വഴിത്തിരിവല്ലായിരുന്നു. അതെ,
അത് ഞാനായിട്ടൊന്നും ചെയ്തതോ അതിലേക്കൊരു വിദ്യാഭ്യാസമോ അത് പഠിച്ചിട്ട് ഞാനൊരു സയൻറ്റിസ്റ്റ് ആവേ അങ്ങനെയൊന്നുമല്ല. ദൈവം എന്നിൽ കൂടെ അതായിരിക്കും പറഞ്ഞ പ്രവൃത്തി. എനിക്ക് ചെറുപ്പത്തിലെ ഒരു സോഷ്യലി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അന്ന് എൻ്റെ മുന്നിൽ കണ്ടിരുന്നത് മദർ തെരേസനെയും ഇന്ദിരാഗാന്ധിനെയും ജയലളിത അങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഞാൻ മുന്നേ കണ്ടത്. അപ്പോൾ എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ വിവാഹം, കുട്ടികൾ, അല്ലേ, ഭർത്താവ്, ഇതെല്ലാം ഒരു വലിയൊരു ഒരു ഒരു ഇതല്ലേ ചെയ്ത് തീർക്കാനുള്ളത് ഒരു സ്ത്രീ എന്നുള്ള നിലക്ക്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മോചനങ്ങളും ആൾക്കാർക്ക് ഇഷ്ടംപോലെ സമയവും കുറച്ചും കൂടി സമയം കിട്ടി. നമ്മൾക്ക് കുറച്ചും കൂടി ഒരു ഫ്രീഡം കിട്ടി. അപ്പോൾ അത് കാരണമൊക്കെ ഐ തിങ്ക് ഇങ്ങനത്തെ കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പഠിച്ചവനായിട്ട് എനിക്ക് എന്തോ ഒരു വിളി വന്നതാണ്. സ്ത്രീയുടെ വിജയം എന്ന് പറയുന്നത്, ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പിന്നിൽ ഒരു പുരുഷൻ്റെ സപ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നടക്കത്തില്ല. അങ്ങനെ ജീവിതത്തിൽ ഹസ്ബൻഡിൻ്റെ ഒരു വലിയ പിന്തുണ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നല്ലേ? ഉണ്ട് ഉണ്ട്, പിന്തുണ ഉണ്ട്. ഞാൻ പറയില്ല, ലൈക്ക് മിക്ക കാര്യങ്ങൾക്കും ഭർത്താവ് വേണ്ടടുത്ത് ഭർത്താവ് വേണം, എല്ലാം എനിക്കാവില്ല. ഞാൻ എൻ്റെ കാര്യം പറയാം കേട്ടോ, പൊതുവേ ഞാൻ പറയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവായിരുന്നു എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ പേരൻസും എൻ്റെ ഹസ്ബൻഡും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ലോകത്ത് നമുക്ക് ആരെ സപ്പോർട്ടും വേണ്ടല്ലോ. ബിക്കോസ് അവിടെയാണ് നമ്മൾക്കുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം വരുന്നത്. അല്ലാണ്ട് സൊസൈറ്റി പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കലി പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സ്നേഹിക്കേണ്ട ഒരു നമ്മുടെ വീട്ടുകാരായിരിക്കുമല്ലോ. ദാറ്റ് ഈസ് യുവർ മദർ, യുവർ ഫാദർ ഓർ യുവർ ഹസ്ബൻഡ്. അപ്പം ഒരു ഭർത്താവിൻ്റെ പിന്തുണ ഇല്ലാണ്ട് ഞാൻ ഇന്നിവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ യമൻ മന്തി, കുഴിമന്തി, ബിരിയാണി, പല പല വിഭവങ്ങൾ, ഇപ്പോൾ മറുനാടൻ വിഭവങ്ങളൊക്കെ, നമ്മൾ വിദേശ വിഭവങ്ങളൊക്കെ കേരളത്തിലേക്ക് കൂടുതൽ കടന്നു വരുമോ? ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലബാറിൻ്റെ തനതായ ഭക്ഷണ സാധനങ്ങളെ കമ്പയർ ചെയ്യുമ്പം ഇതിലേതാണ് മേഡത്തിന് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ കഴിയുന്നത്? ഇതൊന്നും ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഇതൊക്കെ വാനിഷ് ചെയ്തുകൊണ്ടാണ് ജനറേഷൻ ഇത് അറിയാത്തത്. നമ്മളുടേതായ ഭക്ഷണം നമ്മളെ രീതിയിൽ നമ്മൾ പണ്ടേ ഞങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയ മാതിരി നമ്മൾ പുതിയ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേ വുഡ് ഹാവ് റിയലി എൻജോയ്ഡ് ഇറ്റ്. അത് അവർ കണ്ടിട്ടില്ല, ആർക്കും അതിനുള്ള നേരവും ഇല്ല. എല്ലാവർക്കും ജോലി, പഠിപ്പ്, അടുക്കള എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സ്ഥലമാണ്, ആ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഭക്ഷണത്തിനാണല്ലോ, അല്ലേ? 70% ജീവിതവും ഭക്ഷണത്തിനല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ ഇസ് ഇറ്റ് റൈറ്റ്? എല്ലാവരും ഒന്നും കൂടി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല ഹെൽത്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഗട്ട് വേണം, അല്ലേ? അതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ നമ്മളൊരു സ്ഥലത്ത് എത്തുക? നല്ല ചിന്തകളൊക്കെ വരണമെങ്കിൽ നമ്മുടെ ശരീരത്തിനും ആ സുഖം വേണം, നല്ല ചിന്തകൾ വരാൻ. തീർച്ചയായും. നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോകുന്ന ഒരു തലമുറയാണ് ഈ ഞാനടക്കമുള്ള തലമുറ എന്ന് വിശ്വസിക്കുന്നു. ഈ തലമുറയ്ക്ക് എന്താണ് മാമിന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു? ഈ ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 വയസ്സുള്ള കുട്ടികളെ മുതൽ ഒരു 23-24 വരെ അവരെങ്ങനെ പിടിച്ചാലും അവർ ഫാസ്റ്റ് ഫുഡിലേക്ക് പോകുന്നുണ്ട്. ദറ്റ് കളർ, ഇപ്പം നിങ്ങൾ പല ബ്രാൻഡഡ് ഫുഡിനെ നോക്കുകയാണെങ്കിൽ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി, KFC, മക്ഡൊണാൾഡ്സ് ഒക്കെ കളർ ഓറിയൻറ്റഡാണ്, അല്ലേ? They go with young colors, attract. ആൻഡ് ക്രിസ്പി, യമ്മി, ഇതെല്ലാം പറയുന്ന സമയത്തിൽ കുട്ടികൾ പോയി പോകുന്നുണ്ട്. പക്ഷേ വാട്ട് ഐ ഫൗണ്ട് ഒരു 24 വയസ്സെല്ലാം ആവുമ്പോൾ ദേ നോ വാട്ട് ഈസ് ദിയർ ഒറിജിനൽ ഫുഡ്. അതൊക്കെ തിന്ന് മടുത്തു, ദേ വോണ്ട് ടു കം ബാക്ക് ടു ദിയർ കംഫർട്ട് ഫുഡ്. അപ്പോൾ ആ ഒരു പ്രായക്കാരെ നമ്മൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത്രയും വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസാണ് ഇവരെ അങ്ങോട്ട് വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരണമെങ്കിൽ ഇവരുടെ ബുദ്ധി ഒന്ന് ഗ്രോ ചെയ്ത് അമ്മയുടെ ഭക്ഷണമാണ് നല്ലതെന്നുള്ള ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് നമ്മുടെ ഭക്ഷണത്തോട് ഇഷ്ടം വരും. നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴംപൊരിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ അങ്ങനത്തുള്ള എന്തെങ്കിലും നമ്മുടെ ഒരു നാടൻ കൂട്ടുകളുണ്ടെങ്കിൽ കൂടുതലും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനറേഷൻ കൂടി ഈ തലമുറയിലുണ്ട്, കഴിഞ്ഞ തലമുറയിലുണ്ട്. അവരോടൊക്കെ ഇപ്പോൾ വെച്ച് വിളമ്പുന്ന ഒരു കൂട്ടിൽ മാഡം സജസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് നൈസ്. ഞാനിപ്പോൾ എവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ തനതായ ഭക്ഷണം അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞത് നമ്മളെ വിവരത്തിന് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും പറയും ഇന്ന സ്ഥലത്ത് പോയാൽ അവിടുത്തെ ഇന്നത് കഴിക്കാം എന്ന് പറയുമ്പോൾ ഐ തിങ്ക് യു ഷുഡ് ട്രൈ ദാറ്റ്, അല്ലേ? ആ പുതിയൊരു കാര്യം കഴിക്കാം. ബട്ട്
1-2 days ഓക്കെ, തേർഡ് ഡേ വി ഓൾവേസ് പ്രിഫർ മതിയായി, എനിക്ക് എൻ്റെ ബാക്ക് ടു മൈ ഹോം ഫുഡ്, എനിക്ക് കുറച്ച് ചോറ് കിട്ടിയാൽ, കുറച്ച് കഞ്ഞി കിട്ടിയാൽ, ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഐ പ്രിഫർ മൈ ഹോം ഫുഡ്. അത് നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഒരു വലിയ സ്പ്രെഡ് ഓഫ് ബുഫേ ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യുക, ഒരു പ്ലേറ്റും കൊണ്ട് ഇങ്ങനെ നടക്കും, എല്ലാം കുറച്ച് ഇടും. എൻഡ് ഓഫ് ഇറ്റ് ഒരു ടേബിളിൽ പോയി ഇരുന്ന് അതെല്ലാം കൂടി കാണുമ്പോഴത്തേക്ക് ദാറ്റ് ഫീൽ ഫോർ ഫുഡ് ഇസ് ഗോൺ. നേരെ മറിച്ച് വീട്ടിലൊരു ചപ്പാത്തിയും ഒരു കറിയും ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ അതിട്ട് അത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കഴിച്ച സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫറെൻറ്റ്. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് ഒരു പ്രായത്തിയാലേ അതിനോടുള്ള ഒരു മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഞാൻ എത്ര പറഞ്ഞാലും ആ കുട്ടികൾക്കത് മനസ്സിലാവില്ല. ഏറ്റവും കൂടുതൽ മാഡത്തിൻ്റെ ഈ പാചക ജീവിതത്തിൽ ഒരുപാട് ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ട്, മറ്റുള്ളവർക്ക് വെച്ച് വിളമ്പിയിട്ടുണ്ട്, അവരുടെ അഭിപ്രായം കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏത് വിഭവം ഉണ്ടാക്കാൻ ഓരോരുത്തർക്ക് കാണുമല്ലോ. ഇപ്പം മീൻ കറി ആയിരിക്കാം, ചിലർക്ക് ചിക്കൻ കറി ആയിരിക്കാം. എനിക്ക് കൂടുതൽ മീനിനോടാണ് ഇഷ്ടം. ഞാൻ നല്ലോണം മീൻ മുളകിട്ടതോ പുട്ടോ അതൊക്കെയാണ് എൻ്റെ കോമ്പിനേഷൻസ്. പിന്നെ ബിരിയാണി ആസെറ്റ് ലൈക്ക് എന്നെ കാണുമ്പോഴത്തേക്കെല്ലാം ആൾക്കാർക്ക് ബിരിയാണിയാണ് ഓർമ്മ ആവുക. ബിക്കോസ് ഐ സ്പീക്ക് എ ലോട്ട് ഓഫ് ബിരിയാണി. നമ്മൾക്ക് ഹൈദരാബാദി ബിരിയാണി ഉണ്ട്, പലജാതി ബിരിയാണി ഉണ്ട്. നമ്മളെ ബിരിയാണി അതിനെക്കാട്ടിയൊക്കെ മുന്തിയതാണ്. സോ ദ വേൾഡ് ഡസൻറ്റ് നോ ദിസ് പാർട്ട് ഓഫ് നോർത്ത് കേരള. സോ ഞാനിങ്ങനെ ഷൗട്ട് ചെയ്ത് പറയാം, ഇവിടെ ഒരുപാട് ഭക്ഷണമുണ്ട്. ആ ഒരു കൾച്ചർ നമ്മളടുത്ത് ലൈക്ക് വെൻ യു ലുക്ക് ബാക്ക് ഏതോ കുറേ കൊല്ലങ്ങൾ മുന്നോട്ട് നോക്കുകയാണെങ്കിലും അന്ന് മുതലേ ഈ വന്ന ഇൻവേഡേഴ്സൊക്കെ നമ്മളെ വേറൊന്നുമല്ല കണ്ടിട്ട് വന്നത്, നമ്മളിവിടുത്തെ ഏലക്കായും പട്ടിയും കുരുമുളകും ഒക്കെ കണ്ടിട്ട് തന്നെയാണ് വന്നത്. അപ്പം ഇത്രയും നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം. യൂട്യൂബൊക്കെ നോക്കി ഒരുപാട് കുട്ടികൾ പുതിയ ഇന്ന് അവൈലബിൾ ആണ്, ഈസി ആയിട്ട് പഠിക്കാൻ. അപ്പോൾ എല്ലാം ഏത് ഫുഡ് ഇപ്പം നമുക്ക് നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും നമ്മുടെ ശൈലിയാണെങ്കിലും ചൈനീസ് ആണെങ്കിലും എല്ലാം വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാ റീല് വഴിയോ യൂട്യൂബ് റീല് വഴിയൊക്കെ നമുക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പുതിയ ജനറേഷനൊക്കെ പഴയ കൂട്ടുകൾ അനായാസം പഠിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? പഠിക്കാം, പക്ഷേ ഞാൻ കണ്ടെടുത്തോളം എൻ്റെതായ ഒരു യൂട്യൂബിൻ്റെ ഇത് പറയല്ല ഞാൻ. ഈ യൂട്യൂബിൽ നമ്മൾ കാണുമ്പോഴും നമ്മളോട് അവർ അതിൻ്റെ പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ പറയുന്ന മാതിരി എണ്ണയിൽ കടുകിട്ടാൽ കടുക് പൊട്ടണ്ടേ? അതെല്ലാവർക്കും അറിയില്ല അത് പൊട്ടണമെന്നുള്ളത്. യുനോ, ബിക്കോസ് യു ആർ നോട്ട് ബീൻ ടോൾഡ് ടു. ആർക്കും ഒന്ന് പറഞ്ഞു തരണ്ടേ? അല്ലാണ്ട് ഇപ്പോൾ യൂട്യൂബിൽ അത് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുന്ന ആരും പറയുന്നില്ല. അപ്പം അങ്ങനത്തേതായ ഒരു ബേസിക്സ് ഒരു നോളജ് വേണം യൂട്യൂബൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ. അല്ലാണ്ട് കുക്കിങ്ങിൻ്റെ ABCD അറിയാത്തവർ യൂട്യൂബിലേക്ക് പോയാലും ആൻഡ് എസ്പെഷ്യലി വൺ തിങ്, ഇപ്പോൾ യൂട്യൂബിൽ കാണിക്കുന്ന ഒരു ഡിഷ് ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യം കഴിച്ചു നോക്കിയിട്ട് അത് എറ്റെയിൻ ചെയ്യാൻ അവിടെ കഴിച്ചു നോക്കണ്ടേ? അതെന്താന്ന് അറിയണ്ടേ? എന്നിട്ട് വേണം അത് ഉണ്ടാക്കാൻ അല്ലേ? ഉണ്ടാക്കിയിട്ട് അവിടെ എത്തിയോന്ന് അറിയോ? ഇല്ല. അവിടെയാണ് അതിൻ്റെ ഫെയിലിയർ. അപ്പോൾ നമ്മൾ ബേസിക്സ് ഓഫ് കുക്കിംഗ് പഠിക്കണം. എന്തിൻ്റെ ഇമ്പോർട്ടൻസ്, എന്താ ഉള്ളി, എന്താ പച്ചമുളക്, എത്ര ഇടണം, അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഉണ്ടാക്കുകയാണെങ്കിൽ ഫൈൻ, യൂട്യൂബ് യു ക്യാൻ ഫോളോ. ഒരു പുതിയ കുസീൻ നിങ്ങൾ ഉണ്ടാക്കിയതാണ് എൻ പ്രോഡക്റ്റ് എന്ന് വിചാരിക്കുന്നത് തെറ്റല്ലേ? ആ യൂട്യൂബർക്ക് നിങ്ങൾക്കത് ടേസ്റ്റ് ചെയ്യാൻ തരാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഫോർ മീ വാട്ട് ഐ ഫൗണ്ട് ഈസ്, എൻ്റെ കൂടുതൽ എന്നോട് അടുക്കുന്ന ആൾക്കാരും ഒക്കെ ഒരു ഏജ് ബിറ്റ്വീൻ 25 to 40 years-ആണ്. എൻ്റേതായ ഫോളോവേഴ്സും. അപ്പം ഈഗർലി ദി ആർ ലുക്കിംഗ് ഇൻ ടു നോളജ് വേണം അവർക്ക്. ആൻഡ് വെനെവർ ഐ ഗോ, എവിടെ പോയാലും അവരാണ് എന്നെ വന്നിട്ട് താങ്ക് യു പറയുന്നതും അവരുടെ സ്നേഹപ്രകടനം കാണിക്കുന്നതും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് കിട്ടാത്തൊരു സാധനം കിട്ടി എൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ആ ഒരു മദർലി ഫീലിംഗ് ആണ് എൻ്റേതായ ഒരു അട്രാക്ഷൻ. അപ്പോൾ എനിക്കുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരു ജനറേഷന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അറിവ് പകർന്നു കൊടുക്കുക. എന്താണ് പ്രേക്ഷകരോട്, ഇത് കാണുന്ന മാഡത്തിൻ്റെ ഇൻ്റർവ്യൂ കാണുന്ന അഭിമുഖം കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്? ലൈഫ് ഇസ് വെരി സിമ്പിൾ, മേക്ക് ഇറ്റ് മോർ സിംപിളർ. നമ്മളുടെ നല്ല കാര്യങ്ങൾ, നമ്മളുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്തുക. വീട്ടിൽ വരുന്ന മക്കൾക്കോ വീട്ടിൽ വരുന്ന അതിഥികൾക്കൊക്കെ നമുക്കറിയുന്ന സന്തോഷത്തോടു കൂടി ഉണ്ടാക്കി കൊടുക്കുക.
അല്ലാണ്ട് ആരെങ്കിലും കണ്ടാൽ ഉടനെ ഹോട്ടലിൽ കൊണ്ടുപോവുകയല്ല. വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെൽക്കമിങ്. ദാറ്റ് ഈസ് സംതിങ് വാട്ട് യു ബിൽഡ് എ റിലേഷൻ വിത്ത്. നമുക്കൊരു സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് യു, ഐ ലവ് യു എന്ന് പറയുന്നതിന് പകരം നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ അവരോട് പെരുമാറി അവർക്ക് ഭക്ഷണം കൊടുക്കുക. അതാണ് ഇനി ഉള്ള പ്ലഷർ ഓഫ് ലൈഫ്.